ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു വെബ് പേജ് ഡിസൈനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് എങ്ങനെ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാം, ദെൻ ആ ഡിസൈൻ ചെയ്ത വെബ് പേജിന് എങ്ങനെ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ ലൈവ്ലി ആക്കാനായിട്ട് സാധിക്കും. ലൈവ്ലി ആക്കുക എന്ന് പറയുമ്പോൾ ഒരു വെബ് പേജ് എങ്ങനെ നമ്മൾ ലൈവ്ലി ആക്കുക, അതിന്റെ ബാക്ക് എൻഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം, അല്ലെ? അതിന്റെ ഒരു ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ സെക്ഷനിലൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാം, മീൻസ് എങ്ങനെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഫ്രണ്ട് എൻഡ് എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, ദെൻ ആ ഫ്രണ്ട് എൻഡിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എല്ലാം എങ്ങനെയാണ് ബാക്ക് എൻഡിലുള്ള ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ സെഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടൂളുകളുണ്ട്, ഡിസൈനിങ് ടൂൾസ്, അതുപോലെ തന്നെ ഡാറ്റാബേസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നെറ്റ്ബീൻസ് എന്ന് പറഞ്ഞൊരു ഐഡി. നെറ്റ്ബീൻസ് എന്ന് പറഞ്ഞ ഐഡി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അതൊരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ്. ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഡിസൈനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കോഡിങ്ങുകൾ നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാം, മീൻസ് ബ്രൗസറിന്റെ സഹായത്തോടുകൂടി അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് കോഡ് റൈറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഐഡി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയാം. ലോകത്ത് നമുക്ക് ഒരുപാട് ഐഡിസ് അവൈലബിൾ ആണ്. എക്ലിപ്സ് എന്ന് പറഞ്ഞൊരു ഐഡിയാണ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഐഡിയാണ്. നമ്മൾ ഇന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയാണ് നെറ്റ്ബീൻസ് എന്ന് പറയുന്ന ഒരു ഐഡി. നെക്സ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു വെബ് പേജ് ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ, അതായത് നമ്മുടെ PHP എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ്. PHP എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, അല്ലെ? നമ്മൾ ഒരു വെബ് പേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ക്ലയന്റും സെർവറിന്റെയും കമ്മ്യൂണിക്കേഷൻ പോലെയാണ് ഒരു വെബ് പേജിന്റെ ഇന്ററാക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ PHP-യിലാണ് നമ്മൾ ആക്ച്വലി ഡിസൈനിങ്ങിന്റെ കോഡുകളും അതുപോലെ തന്നെ ഡാറ്റാബേസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് PHP ആണ്. ഇതിന്റെ ഒരു നോർമൽ ബേസിക് ഡിസൈനിന് വേണ്ടി നമ്മളെ സഹായിച്ചിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML ആണ്. HTML-ായിട്ടുള്ള കുറെ ഇൻപുട്ട് ടാഗുകൾ, ഫോം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസൈനിങ്ങിനെ സഹായിച്ചിരിക്കുന്ന വേറെ ഒരു കോൺസെപ്റ്റ്. ദെൻ അതിനുശേഷം നമ്മൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബ്രൗസറിന്റെ സഹായം ആവശ്യമാണ്, അല്ലെ? നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണണം. നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമുക്ക് വിസിബിൾ ആവണം. അപ്പോൾ നമ്മളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് വിസിബിൾ ആക്കാൻ വേണ്ടി നമുക്ക് മോസില്ല ഫയർഫോക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ രണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബ്രൗസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ സാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സാം ആക്ച്വലി നമുക്കൊരു ലോക്കൽ സെർവർ ബിൽഡ് ചെയ്ത് തരണം. ലോക്കൽ സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷണൽ ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള എക്സ്പെരിമെന്റ് ഓറിയന്റഡ് ആയിട്ടും ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഗൂഗിൾ അല്ല, നമുക്കൊരു സെർവറിനകത്ത് ഹോസ്റ്റ് ചെയ്തതിന് ശേഷം ആ വെബ്സൈറ്റിനെ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്കൊരു സെർവറിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഓരോ വെബ് പേജിനെ ഹോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണോ ലോകത്ത് ഒരു സെർവർ റെസ്പോൺസുകൾ ജനറേറ്റ് ചെയ്യുക, എങ്ങനെയാണോ ഒരു ക്ലയന്റിൽ നിന്ന് റിക്വസ്റ്റ് പോകുമ്പോൾ സെർവർ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുക, അതേപോലെ ഒരു ലോക്കൽ സെർവർ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ബിൽഡപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ലോക്കൽ സെർവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് സാംപ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ സാംപ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്കൽ സെർവേഴ്സ് ആണ് അപ്പാച്ചെ ടോംകാറ്റ് എന്ന് പറഞ്ഞൊരു ലോക്കൽ സെർവർ, അപ്പാച്ചെ എന്ന് പറഞ്ഞ ലോക്കൽ സെർവർ നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ ബാക്ക് എൻഡ് ഡാറ്റാബേസ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു MySQL ആണ്. നമ്മൾ യൂസർ നെയിം കളക്ട് ചെയ്യുന്ന ഇൻപുട്സ് എല്ലാം നമുക്കൊരു സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുക. അപ്പോൾ ഡാറ്റാബേസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പൊ ആ ഡാറ്റാബേസിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള അപ്ഡേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ MySQL എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നമ്മൾ ഇതിന്റെ ബാക്ക് എൻഡ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ഒരു ക്ലയന്റ് സെർവർ മോഡലിനെ ബേസ് ചെയ്ത് ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാറ്റാബേസിന്റെ ഒരു കോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ഈ ഫ്രണ്ട് എൻഡിന്റെയും ബാക്ക് എൻഡിനും നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ചെറിയ ഒരു സെഷനാണ് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമുക്ക് നമ്മുടെ കോഡിലേക്ക് മൂവ് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് ഒരു ചെറിയ രീതിയിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു യൂസറുടെ കയ്യിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് ഇൻപുട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഇൻപുട്ടിനെ എങ്ങനെ നമ്മൾ ഡാറ്റാബേസിലേക്ക് പാസ് ചെയ്യുക, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ് നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ നമ്മളെ ഇവിടെ സഹായിക്കുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് നെറ്റ്ബീൻസ് എന്ന് പറഞ്ഞൊരു IDE ആയിട്ട് പറയുക. IDE എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ലോകത്ത് ഒരുപാട് ഐഡിയസ് ഉണ്ട്, പല രീതിയിലുള്ള വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഐഡി നമ്മൾ യൂസ് ചെയ്യുന്നത് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ് നെറ്റ്ബീൻസ് എന്ന് പറയുക. നമുക്ക് ഇതേ കോൺസെപ്റ്റ് വേറെ ഐഡിയയിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്ലിപ്സ് ഉണ്ട്, ഐഡിയസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജാവ ഓറിയൻറ്റഡ് ആയിട്ട്, JSP ഓറിയൻറ്റഡ് ആയിട്ടുള്ള വെബ് ഓറിയൻറ്റഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ എക്ലിപ്സിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നെറ്റ്ബീൻസ് ആണ്. ഇപ്പോൾ നെറ്റ്ബീൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ വിൻഡോയ്ക്കകത്ത് വരിക. അപ്പോൾ വിൻഡോസിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നെറ്റ്ബീൻസിനെ അതിലേക്ക് കാണിക്കുക. നെറ്റ്ബീൻസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഈ ID ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഒരു സ്ക്രീൻ എങ്ങനെയായിരിക്കും? നെറ്റ്ബീൻസ് ID ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു സ്ക്രീൻ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മുകളിൽ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ കാണാം. നെക്സ്റ്റ് നമ്മൾ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് പോയിട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്ക്രീൻ ഉണ്ടാവുക, ഫയൽ, ദെൻ നെക്സ്റ്റ് നമ്മൾ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യണു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ക്ലയൻറ്റ് സെർവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം PHP എന്ന ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ PHP എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ ലാംഗ്വേജ്, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ID എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ലാംഗ്വേജുകളുടെ കളക്ഷനാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കോഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള അപ്ഡേഷൻസ് വരുത്താം, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ് ID എന്ന് പറയുക. ഇതിൽ തന്നെ പല ലാംഗ്വേജുകൾ നമുക്ക് കാണാം, ജാവ ഉണ്ട്, C++ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് PHP ആണ്. അപ്പോൾ നമ്മൾ PHP എന്ന് പറയുന്ന ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ പ്രോജക്ട്സ് ലിസ്റ്റ് കാണിക്കും. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന PHP ആപ്ലിക്കേഷനാണ്. 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും: PHP വിത്ത് എക്സിസ്റ്റിംഗ് റിസോഴ്സസ്, PHP ഫ്രം ദ റിമോട്ട് സെർവർ, PHP ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്ക്രാച്ചിൽ നിന്ന് നമ്മളൊരു PHP ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ്, നമുക്ക് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് സ്വയം കോഡ് എഴുതിയിട്ട് പുതിയതായിട്ട് ഒരു വെബ്സൈറ്റിനെ ഫ്രം 0 ടു വെബ്സൈറ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് വരെ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സിസ്റ്റിംഗ് ആയിട്ട് കുറേ ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താ, കുറേ മോഡലുകളാണ്. ആ മോഡലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും സ്ക്രാച്ച് നിന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കോഡുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള വേരിയേഷൻ കോഡുകളിൽ വരുത്താമെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കും. അപ്പോൾ നമ്മളിവിടെ PHP സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ PHP ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ PHP ആപ്ലിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നൊരു വിൻഡോ ഇങ്ങനെയായിരിക്കും. കാരണം ആക്ടിവേറ്റിംഗ് PHP, നമ്മുടെ നെറ്റ്ബീൻസ് എന്ന് പറഞ്ഞ IDക്കകത്ത് PHP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആയിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് കണക്റ്റഡ് ആണ്. അതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നമ്മളിപ്പോൾ ഒരു HTML സഹായത്തോടുകൂടി ഡിസൈൻ ചെയ്യുന്ന കോഡുകളെല്ലാം ഡാറ്റാബേസിലേക്ക് എത്തിക്കാനും, ഡാറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷനുകൾ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഇൻഫർമേഷനുകളെല്ലാം, അല്ലെങ്കിൽ ഡാറ്റാബേസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷനെല്ലാം തിരിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനും. അതായത് ഒരു ക്ലയൻറ്റ് സെർവർ എന്ന് പറയുമ്പോൾ തന്നെ, സെർവർ എന്ന് പറയുമ്പോഴാണ് എല്ലാ ടോട്ടലി ഒരു മോണിറ്ററിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെർവറാണ്. അപ്പോൾ സെർവറിൻ്റെ ഭാഗത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കോഡിനെയാണ് നമ്മൾ PHP എന്ന് പറയുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ലോകത്ത് ഒരുപാട് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളുണ്ട്. ഇപ്പോൾ ASP, ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറഞ്ഞൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ജാവ സെർവർ പേജസ് എന്ന് പറഞ്ഞൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾ കാണും. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിന് നമുക്കൊരു പേര് അസൈൻ ചെയ്യാം. ഹിയർ യു ക്യാൻ സീ ദ പ്രോജക്റ്റ് നെയിം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിളിന് കൊടുത്തിരിക്കുന്ന പേര് സാമ്പിൾ എന്നാണ്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് എവിടെ സേവ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ Cയിൽ സാമ്പ് എന്ന് പറഞ്ഞ, സാമ്പിനെ പറ്റി നമ്മളിനി പറയും. സാമ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റേർണൽ സെർവർ ഉണ്ട്, അതിനകത്ത് HTDocs എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന, നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഈ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഡയറക്ടറി എന്ന് പറയുന്നത്. സോഴ്സ് ഫോൾഡർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സാമ്പിൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സാമ്പിൾ കൊടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം.
ഇവിടെ നമുക്ക് പി എച്ച് പിയുടെ വേർഷൻസ് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പി എച്ച് പിയുടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 5.2 to 5.1 എന്ന് പറയുന്ന ഒരു വേർഷനാണ്. പല വേർഷൻസ് ഉണ്ട് പി എച്ച് പിയുടെ ആയിട്ടുള്ള. അപ്പോൾ അത് നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റണ്ണ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ഒരു വെബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സിസ്റ്റത്തിനകത്തല്ല ഈ ഒരു സോഫ്റ്റ്വെയർ പോലെ എക്സിക്യൂട്ടഡ് ആവുന്നത്. ഇത് ലോകത്ത് നമ്മൾ ഒരു സെർവർ അല്ലെങ്കിൽ ഒരു സെർവർ സ്പേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളൊരു പെൻ ഡ്രൈവ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെയല്ല നമ്മളൊരു വെബ് പേജിനെ ആക്സസ് ചെയ്യുക. പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഒരു URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ സെർച്ച് ചെയ്യാൻ നമ്മളതിനെ പറയുക അല്ലേ. സേ ഫോർ എക്സാമ്പിൾ www.google.com, ആ ഒരു പേജിനെ നമ്മുടെ മുന്നിലേക്ക് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു URL ആണത് www.google.com, അല്ലെങ്കിൽ www.gmail.com എന്ന് പറയുമ്പോൾ എന്താ, ജിമെയിൽ എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിനകത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ലോകത്ത് എവിടെയോ കിടക്കുന്ന ഒരു സെർവറിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് നമ്മുടെ മുന്നിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ URL എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ആക്ച്വലി റൺ ചെയ്യാൻ പോകുന്ന ഒരു ലോക്കൽ സെർവറിനകത്താണ്. കാരണം നമ്മൾ സ്റ്റുഡൻസ് എല്ലാം ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു സെർവർ സ്പേസ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി സെർവർ സ്പേസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ല, ഹ്യൂമൻസ് ആണ്. ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമ്മൾ ഓരോ കോഡുകൾ എഴുതുമ്പോൾ തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? സെർവർ സ്പേസ് എടുക്കില്ല. പകരം ഒരു സെർവർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ നമ്മളൊരു ലോക്കൽ സെർവർ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ഒരു ലോക്കൽ സെർവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലോകത്ത് എങ്ങനെയാണോ ഒരു സെർവർ, ഒരു നെറ്റ്വർക്കിൽ എങ്ങനെയാണോ ഒരു സെർവർ പ്രവർത്തിക്കുന്നത് അതേപോലെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മളൊരു ലോക്കൽ സെർവറിനെ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ സാംപ് എന്ന് പറഞ്ഞതിൻ്റെ സഹായത്തോടുകൂടി അപ്പാച്ചെ എന്ന് പറഞ്ഞൊരു സെർവറാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് സെർവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ASP എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ PHP യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പാച്ചെ ഫോക്കസ് ചെയ്യുന്നു. ASP എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണെങ്കിൽ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസ്, IIS എന്ന് പറഞ്ഞൊരു സെർവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് സെർവേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു ലോക്കൽ വെബ്സൈറ്റ് റണ്ണിംഗ് ആണ് ലോക്കൽ സെർവർ. കാരണം നമ്മളൊരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യണം. നമ്മളൊരു വെബ് പേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ചെയ്യണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പോകുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിനിഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അടിയിൽ എഴുതി കാണിക്കും. ഇവിടെ ഉണ്ടാവും ക്രിയേറ്റിംഗ് ന്യൂ പ്രോജക്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നൊരു പേജ് ഇങ്ങനെയുള്ള ഒരു പേജാണ്. ഓക്കെ, ഒരു വിൻഡോ ഓപ്പണായി. സാമ്പിൾ എന്നാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര്. അതിനകത്ത് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ കാണാം. അതായത് നമ്മളെ സഹായിക്കും, നമ്മളൊരു വെബ് പേജാണ് ഡെവലപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ വെബ് പേജ് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ടൂൾസും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയാണ് നമ്മൾ കോഡ് എഴുതുക. നമ്മൾ ഓപ്പൺ ചെയ്ത് വന്ന പ്രൊജക്റ്റിൻ്റെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ടാബ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അടിയിലായിട്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സാമ്പിൾ എന്ന് പറഞ്ഞൊരു പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡീഫോൾട്ടായിട്ട് index.php എന്ന് പറഞ്ഞൊരു പേജും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തൊരു ഡീഫോൾട്ട് കുറച്ച് HTML കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ നമ്മളിപ്പോൾ അതിനകത്ത് 2 ഫോൾഡേഴ്സ്, ഇപ്പോൾ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് കണ്ടു. സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ, നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിളിൻ്റെ സബ് ഫോൾഡേഴ്സ് ഓപ്പൺ ആവും. സോഴ്സ് ഫയൽ അതുപോലെ തന്നെ ഇൻക്ലൂഡ് പാർട്ട് എന്ന് പറഞ്ഞ 2 ഫോൾഡേഴ്സ് ഉണ്ട്. അതിനകത്ത് സോഴ്സ് ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ PHP ഫയലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് അതിനകത്ത് എന്താ ഉണ്ടാവുക, index.php എന്ന് പറഞ്ഞൊരു ഫയലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ പുതിയതായിട്ടൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ഫോം, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ രജിസ്ട്രേഷൻ ഫോം എന്ന് പറയും അല്ലെ. ഒരു ഫോം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതേപോലെയുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂസേഴ്സും ആ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ അവനവൻ്റെ ഡീറ്റെയിൽസ് അതിലേക്ക് എൻ്റർ ചെയ്യാം. അത് ഡാറ്റാബേസിലേക്ക് പോയിട്ട് സേവ് ആവും. ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്, ഒരു വെബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളത് PHPയിൽ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം, ന്യൂ, നമ്മളൊരു പുതിയ PHP ഫയലിനെ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് ഇങ്ങനെയൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് ആ ഫയലിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന പേരാണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രജിസ്ട്രേഷൻ്റെ പേജ് ഓപ്പൺ ആയി. രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ സാമ്പിൾ എന്നാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര്. സോഴ്സ് ഫയലിനകത്തായിട്ട് registration.php എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കാണും.
അപ്പോൾ നമ്മൾ ആ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പേജിൻ്റെ ഒരു വിൻഡോ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ അത് ജസ്റ്റ് ബ്ലാങ്ക് ആണ്. PHP ഫയൽ ആയതുകൊണ്ട് PHPയുടെ ഒരു ഓപ്പണിംഗ് ടാഗ് അതിനകത്തുണ്ടാവും, ബ്ലാങ്ക് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടേതായിട്ടുള്ള പുതിയ കോഡുകളും നമുക്കേതായിട്ടുള്ള ഡിസൈനിങ് കോഡുകളായാലും ഡാറ്റാബേസ് കോഡുകളായാലും എല്ലാം ഇതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ കോഡ് എഴുതാൻ പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ കോഡ് എഴുതുക എന്ന് പറയുമ്പോൾ എന്താ, ഡിസൈനിങ് എന്ന് പറഞ്ഞ സെക്ഷൻ ആക്ച്വലി ചെയ്യുക നമ്മൾ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് എന്താ കുറേ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗുകളുണ്ട്. പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ നമുക്കതിനെ റിസർവ് ടാഗുകൾ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളായിട്ട് അതിന് ഇനി പുതിയൊരു മീനിങ് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി ഓരോ മീനിങ്സ് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രീ ഡിഫൈൻ അല്ലെങ്കിൽ റിസർവ് ടാഗ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ HTML-നകത്ത് നമുക്ക് ഒരുപാട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗുകളുണ്ട്. ഓരോ പ്രീ ഡിഫൈൻഡ് മീനിങ്സ് അസൈൻഡ് ആയിട്ടുള്ള കുറേ ടാഗുകളുണ്ട്. ദെൻ HTML-നകത്ത് ഓരോ ഇൻഡിവിജ്വൽ ടാഗ് ഓപ്പൺ ചെയ്താലും നമ്മൾ അതിനെ എന്താ ചെയ്യുക? ക്ലോസ് ചെയ്യുകയും കൂടെ വേണം. ചില ടാഗുകൾക്ക് ക്ലോസിങ് ആവശ്യമില്ല, പക്ഷേ ജനറലി HTML-നകത്ത് നമ്മളൊരു ടാഗിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്ലോസ് ചെയ്യും കൂടെ വേണം. പിന്നെ ലോകത്ത് എല്ലാ കോൺസെപ്റ്റിനും ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്തെടുത്താലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തോട്ടെ, ഒരു സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് .exe എക്സിക്യൂട്ടബിൾ ഫോമുകളിലുള്ള ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ ഫോമിലുള്ള ആപ്ലിക്കേഷൻ ആയിട്ട് എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ? എവിടെ നിന്ന് തുടങ്ങണം? അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിന് കുറേ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറയാം. നമ്മളിപ്പോൾ നമുക്ക് 10th വരെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളിംഗ് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കുറേ വാതിലുകൾ തുറന്നു നടക്കണം. നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകണം, നോർമൽ ആർട്സ് ആൻഡ് സയൻസിലേക്ക് പോകണം, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ദെൻ അതിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നമ്മൾ ഇറങ്ങണമെങ്കിൽ അവിടെ നമുക്ക് ഇനി സ്പെഷ്യലൈസ് ചെയ്യാം അല്ലേ? എഞ്ചിനീയറിംഗിൽ ഏത് മേഖലയിലേക്ക് നമ്മൾ പോകണം? ഇലക്ട്രോണിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ പോകണം, മെക്കട്രോണിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ പോകണം, സിവിൽ എഞ്ചിനീയറിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഓരോരോ സ്റ്റേജുകളുണ്ട് നമ്മുടെ ലൈഫിന്. അതേപോലെ തന്നെ നമ്മളൊരു പ്രോഗ്രാം എടുത്താലും ഏതൊരു കോൺസെപ്റ്റ് എടുത്താലും അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കോഡിനെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ കോഡ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് HTML എന്ന് പറഞ്ഞൊരു ടാഗിൽ നിന്നാണ്. ഏത് ഡിസൈനിങ് HTML ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടാഗാണ് HTML എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ടാഗ്. അതിനുശേഷം നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ യൂസ് ചെയ്യും, ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യും. ഹെഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? ഹെഡ് ആ പേര് തന്നെ ഉണ്ട്, ഏറ്റവും വലിയ തലക്കെട്ട് അല്ലെങ്കിൽ തല ഭാഗം നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഒരു പേജിൻ്റെ ടൈറ്റിൽ അതുപോലുള്ള കാര്യങ്ങൾ, നമ്മളൊരു വിൻഡോ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ടൈറ്റിൽ ഉണ്ടാകും. ഇപ്പോൾ ഞാനിത് ആക്ച്വലി നെറ്റ്ബീൻസിനകത്ത് ചെയ്തു വെച്ച കാര്യത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ വീഡിയോയിൽ നെറ്റ്ബീൻസ് വഴി ചെയ്യുമ്പോൾ ലോഡിങ് ടൈം കുറച്ചെടുത്തു. അപ്പോൾ ആ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സ്ക്രീൻഷോട്ടിന് നമ്മൾ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 15 ആണ് ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 15 എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഈ ഒരു പിക്ചറിൻ്റെ പേരാണ് അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പിക്ക് അല്ലെങ്കിൽ ഒരു JPG ഇമേജിൻ്റെ ഒരു നെയിമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വെബ് പേജുകൾക്കും ഒരു പേരുണ്ടാവും. അതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് കൊണ്ടെന്താ? അതൊരു ടാഗാണ്. ഒരു പേജ്, ഓരോ ഇൻഡിവിജ്വൽ വെബ് പേജിനും ഒരു പേര് കൊടുക്കാനായിട്ടാണ് ടൈറ്റിൽ യൂസ് ചെയ്യുക. അതെല്ലാം നമ്മൾ ഈ ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷനകത്തായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഹെഡ്, അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു രജിസ്ട്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടൈറ്റിൽ കൊടുക്കുന്ന രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പേരാണ്. ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, അതിനുശേഷം ഹെഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ക്ലോസ് ചെയ്തു. നമുക്ക് ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് വേറെ കുറേ കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ വാലിഡേഷനുകൾ യൂസ് ചെയ്യാറുണ്ട്. വാലിഡേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതേപോലുള്ള രജിസ്ട്രേഷൻ ഫോമുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ വാലിഡേഷൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഒരു ബേസിക് എക്സാമ്പിളാണ്. വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റി എൻ്റർ ചെയ്യും. അപ്പോൾ ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ നേർക്ക് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞതിൻ്റെ നേർക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടെക്സ്റ്റ് ബോക്സിൽ ചിലപ്പോൾ നമ്മൾ ABCD എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര്, സഞ്ജയ് എന്നോ ആശിഷ് എന്നോ ഒരു പേര് നിങ്ങൾ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പേര് പോയിട്ട് ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഫീൽഡിൽ സ്റ്റോർ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആവുമോ? ഇല്ല. ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ? ആക്ച്വലി ഒരു നമ്പറാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ എത്ര ആ നമ്പർ റേഞ്ച് ഉണ്ട് നമുക്ക് അല്ലേ? ഒരു രാജ്യത്തെ ഫോൺ നമ്പറിൻ്റെ ബേസിക്കലി ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ ആ റേഞ്ചിലുള്ള ഒരു നമ്പറാണ് ആക്ച്വലി ആ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റുകളാണ് അതിന് യൂസ് ചെയ്യുക, ജാവാ സ്ക്രിപ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഈ എക്സാമ്പിൾ അത് യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് കൊടുക്കാം. അതേപോലെ തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ് CSS എന്ന് പറയുക,
കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കാറുള്ളത്. നമ്മുടെ പേജിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കുക, കുറച്ചും കൂടെ കളർഫുൾ ആക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ചും കൂടെ അട്രാക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ജനറലി ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈവായിട്ടൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക, ലൈവായിട്ട് ഇത് കാണുക. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ നേരിട്ടത് കാണുകയെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഒരു ടെക്സ്റ്റൽ ഫോമാറ്റിലുള്ള ഇൻഫർമേഷൻസിനെക്കാട്ടിലും നമുക്ക് ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു വെബ് പേജിന് കൂടുതൽ ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ഇൻഡിവിജ്വൽ ടാഗുകൾക്കും കുറച്ചും കൂടെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് കൊണ്ടുവരാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷനകത്താണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഹെഡ് എന്ന് ഇവിടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു പേജിൻ്റെ ടൈറ്റിൽ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ബോഡി എന്ന് പറയുന്ന ഒരു ടാഗ്. ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കണ്ടന്റ്. നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെബ് പേജിനകത്ത് കാണുന്ന കണ്ടന്റ് എന്താണ്. ഇപ്പോൾ നമ്മൾ അമേസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ വെബ് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റ് എന്താണ്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ഫ്ലിപ്കാർട്ടിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മൊബൈൽ ഫോണുകളുടെ ഒരു ലിസ്റ്റ് വരും. അതാണ് ആക്ച്വലി അതിനകത്തുള്ള കണ്ടന്റ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാമിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റിസൾട്ട് റോഡായിട്ട് വരും അല്ലേ. അതാണ് ആക്ച്വലി ആ പേജിനകത്തുള്ള കണ്ടന്റ്. അപ്പോൾ ഒരു പേജിൻ്റെ കോർ കണ്ടന്റ് എന്താണോ അത് നമ്മൾ കൊടുക്കുക. നമ്മൾ കാണുന്ന ഭാഗം അല്ലേ, നമ്മൾ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണോ അത് നമ്മൾ കൊടുക്കുന്ന ഒരു ടാഗാണ് ബോഡി എന്ന് പറയുന്ന ടാഗ്. ഇവിടെ നമ്മൾ ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബോഡി എന്ന് പറയുന്ന ഒരു ടാഗ് ആണെങ്കിൽ അതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക, BG കളർ എന്ന് പറയുക. ബാക്ക്ഗ്രൗണ്ട്സ്, BG കളർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ആട്രിബ്യൂട്ട് ആയിട്ടാണ് പറയുക അല്ലേ. എന്താ അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചാൽ നമ്മളൊരു കാർ എടുക്കുക. കാറിനെ നിങ്ങളൊരു ടാഗായിട്ട് ചിന്തിക്കുക, കാറിൻ്റെ കളറിനെ ഒരു ആട്രിബ്യൂട്ടായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ കാർ എന്ന് പറയുന്നത് ജനറലി ലോകത്ത് ഒരുപാട് കാറുകളുണ്ട് അല്ലേ. ഇപ്പോൾ കാറിൻ്റെ കളർന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ, വൈറ്റ് കളർ കാറുണ്ട്, റെഡ് കളർ കാറുണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഇപ്പോൾ മാരുതിയുടെ കാറുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹോണ്ടയുടെ കാറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ്. അപ്പോൾ ഇതേപോലെ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ബോഡി എന്ന് പറഞ്ഞത് നമ്മളെന്താ ഒരു ടാഗായിട്ട് കൺസിഡർ ചെയ്യുക. ആ ബോഡി എന്ന് പറയുന്ന ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ എന്ന് പറയുന്നത്. അപ്പോൾ കളേഴ്സ് കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കളേഴ്സ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ, വൈറ്റ് ആണ്. അതേപോലെ നമ്മളവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു അലൈൻമെൻറ്റ് ടാഗാണ്. നമ്മൾ രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞൊരു പേര് സെൻട്രലൈസ് ചെയ്ത് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റർ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യണം. ഓക്കെ, സെൻറ്റർ എന്ന് പറഞ്ഞ ടാഗ്. then അതിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതിയിട്ടുണ്ട് രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞൊരു വാചകം എനിക്ക് ബോഡിയിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് വരണം. അപ്പോൾ സെൻറ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം H3 എന്ന് പറഞ്ഞൊരു ടാഗ് കാണാം. അപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു അലൈൻമെൻറ്റ് ടാഗാണ്. ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യണോ റൈറ്റിലേക്ക് അലൈൻ ചെയ്യണോ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണം. എനിക്ക് സെൻറ്ററിലേക്കാണ് അലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്തു. സെൻട്രലായിട്ട് രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞ വാചകം വരണം. ഇനി അത് എങ്ങനെ വരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹെഡിങ് ആണ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡിങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന HTML സഹായിക്കുന്ന ടാഗാണ് H1 up to H6 വരെയുള്ള ടാഗ്. H1, H2, H3, H4, H5, H6. അപ്പോൾ അങ്ങനെ നമുക്ക് 6 ടാഗുകളുണ്ട്. അപ്പോൾ ആ ടാഗ്സ് കൊടുക്കുക. അപ്പോൾ ഞാൻ H3 എന്ന് പറഞ്ഞ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഹെഡിങ് ആയിട്ട് എൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരും. ഇനി അതിനുശേഷം ഞാൻ സെൻറ്റർ അലൈൻമെൻറ്റ് ഉള്ളിലായിട്ട് ഒരു ഫോം വെച്ചിട്ടുണ്ട്. ഫോം ജനറലി ഇപ്പോൾ ഇവിടുത്തെ ഫോം നമ്മൾ ചിന്തിക്കേണ്ട. ജനറലി നമ്മൾ ലോകത്തൊരു ഫോം എന്ന് വെച്ചാൽ എന്താ, നമ്മളെ പോലുള്ള ആൾക്കാരുടെ നിന്ന് ഓരോ ഇൻപുട്ടുകൾ കളക്ട് ചെയ്യാനാണ് നമ്മൾ ഫോം യൂസ് ചെയ്യുക അല്ലേ. നമ്മുടെ മെയിൽ ID അല്ലെങ്കിൽ നമ്മുടെ നെയിം അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഏജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആക്സസ് ചെയ്യാനാണ് നമ്മൾ ഫോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ HTML അകത്ത് എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ടുകൾ കളക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ എലമെൻറ്റ്സിലും നമ്മൾ ഈ ഫോമിനകത്താണ് ഇൻകൾക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫോം എന്ന് പറഞ്ഞൊരു ടാഗാണ്. ആ ടാഗിനകത്തുള്ള 2 പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് ആക്ഷനും അതുപോലെ തന്നെ മെത്തേഡും. ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോമിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യുന്നത്, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതാണ് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡിനകത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫോമിനകത്തുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് REGINS, അതായത് ഞാൻ ഉദ്ദേശിച്ച രജിസ്ട്രേഷൻ ഇൻസേർട്ടറാണ്. REGINS.php രജിസ്ട്രേഷൻ ഇൻസേർട്ട്.php എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വേണം. അതായത് ഇവിടെ ഞാൻ കൊടുത്തിട്ട് പറയുന്ന ഒരു പേരിലേക്ക് ഈ ഫോമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പോകണം. അതാണ് ഇവിടെ ഞാൻ എടുക്കുന്ന ഒരു ആക്ഷൻ. ഇനി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെത്തേഡ് 2 രീതിയിലാണ് മെത്തേഡുകളിൽ. ഒന്നാണ് പോസ്റ്റ് എന്ന് പറയുക, രണ്ടാമത്തെയാണ് ഗെറ്റ് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ പറയാം നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് വിളിക്കുക, ഒന്നിനെയാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയുക. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പോർഷൻ, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പോർഷൻ, നമ്മളതിനെ ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, യൂസർ ഇൻ്റർഫേസ് എന്ന് വിളിക്കാം.
അല്ലെ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് നമ്മളുമായിട്ട് അല്ലെങ്കിൽ ഒരു എൻഡ് യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പോർഷൻ നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയും. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ ഇതുപോലെ HTML ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് MySQL എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ആണ്. നമ്മൾ ഫ്രണ്ട് എൻഡിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ പറയുന്ന ബാക്ക് എൻഡ് ആയിട്ടുള്ള ഡാറ്റാബേസിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻപുട്ടുകളെല്ലാം കളക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള ഡാറ്റാബേസിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ മെത്തേഡ് കൊടുത്തു, പോസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ ഒരു വേറൊരു സാഹചര്യം വരും. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ റിസൾട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ റോൾ നമ്പർ കൊടുത്തു, ഒരു ടെക്സ്റ്റ് ബോക്സിൽ നമ്മുടെ റോൾ നമ്പർ കൊടുത്തു, ഒരു ബട്ടൺ ഗെറ്റ് റിസൾട്ട് എന്നോ അല്ലെങ്കിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ഗെറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡായിരിക്കും. കാരണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്തെടുത്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു കൊണ്ട് തരും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഗെറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ രണ്ട് വാല്യൂസാണ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടിനകത്ത്. ഫോം എന്ന് പറയുന്ന ഒരു ടാഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് മെത്തേഡ് എന്ന് പറയുക. ഒരു ഡാറ്റാബേസിലേക്ക് നമ്മൾ ഇവിടെ കണ്ടൻസ് പാസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പോസ്റ്റാണ്. ഡാറ്റാബേസിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ കണ്ടൻസ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അതിന് ശേഷമാണ് നമ്മൾ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, ഇമെയിൽ, ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. അതായത് നമ്മൾ സ്ട്രക്ചർ കൊണ്ടുവരാം. ടേബിളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, കുറേ റോയും കോളമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൃത്തി ഉണ്ടാവും അല്ലേ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ് പേജിനകത്തുള്ള ഓരോ ഇൻപുട്ട് എലിമെൻറ്റും ഓരോരോ ഭാഗങ്ങളിലേക്ക് ചിതറിക്കിടക്കില്ല. ഒരു സ്റ്റാൻഡേർഡ്, ഒരു യൂണിഫോം മോഡലായിട്ട് പ്രോപ്പർ സ്ട്രക്ചറിൽ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ടേബിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ടേബിൾ ഞാൻ ഓപ്പൺ ചെയ്തു. ആ ടേബിളിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ ഇൻഡിവിജ്വൽ ടേബിളിലെ റോയും തുറന്നതിന് ശേഷം ഞാൻ ഓരോരോ ഇൻപുട്ട് എലമെൻറ്റ്സുകൾ കൊടുക്കുകയാണ്. ഇൻപുട്ട് എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ യൂസറിനെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻപുട്ട് എലമെൻറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇൻഡിവിജ്വലി ഓരോന്ന് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു പേജിനകത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഇൻപുട്ട് എലമെൻ്റാണ്. ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ ജനറലി നമ്മുടെ ഇന്ന് നെയിം ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് ഇമെയിൽ ID ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് മൊബൈൽ നമ്പർ ആക്സെപ്റ്റ് ചെയ്യുക. ഇതിന് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു കമാൻഡാണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇനി നെയിം എന്ന് പറഞ്ഞൊരു ഫീൽഡും കൂടെ കൊടുക്കും. നെയിം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബോക്സുകൾ ഉണ്ടാവും. ഇപ്പോൾ നെയിമിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാവും, ഇമെയിൽ IDക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാവും, മൊബൈൽ നമ്പർ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ടെക്സ്റ്റ് ബോക്സുകളിൽ നമുക്ക് വേർതിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടെക്സ്റ്റ് ബോക്സിനും ഒരു ഇൻഡിവിജ്വൽ നെയിം കൊടുക്കണം, ഒരു യൂണീക്ക് കോഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ആ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ ഓരോ ആൾക്കാരുടെ പേപ്പറുകൾ കണ്ടു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ റോൾ നമ്പർ 1ൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ റിസൾട്ടാണ്, അല്ലാണ്ട് റോൾ നമ്പർ 1ൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ 2-3 ആൾക്കാരുടെ റിസൾട്ട് അല്ല ജനറേറ്റഡ് ആകുന്നത്. അപ്പോൾ ആ 1 എന്ന് പറയുന്ന റോൾ നമ്പറിനകത്തുള്ള ഒരു വ്യക്തിയെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഐഡൻറ്റിഫൈങ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ആട്രിബ്യൂട്ട്സ് ആണ് നെയിം എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് കൊടുക്കും. അപ്പോൾ ഞാൻ കൊടുത്തു യൂസർ നെയിം ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, യൂസ് നെയിം എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യുന്ന കണ്ടത് ടെക്സ്റ്റാണ്. ഇനി അടുത്ത ഞാൻ ഈ ഫോമിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ പാസ്വേഡാണ്. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ അടിക്കുന്ന പാസ്വേഡ് ഒന്നും ആരും കാണാൻ പാടില്ല അല്ലേ. ചിലവരൊക്കെ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ പാസ്വേഡ് അടിക്കുമ്പോൾ കൈയൊക്കെ മറച്ച് വെച്ചിട്ടാണ് അടിക്കാറുള്ളത്. അപ്പോൾ പാസ്വേഡ് എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ എല്ലാവരോടും തുറന്നു പറയും, എൻ്റെ പാസ്വേഡ് ഇതാണ് ABC 1 2 3 എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടും നമ്മൾ ടൈപ്പ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും എന്താ ചെയ്യുക, പാസ്വേഡിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ജനറലി ടൈപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻപുട്ടിൻ്റെ ടൈപ്പ് എന്താ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലുള്ള ഡോട്ടഡ് ഫോമിലായിരിക്കും നമ്മുടെ പാസ്വേഡ്സ് എൻ്റർ ആകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹ്യൂമനിന് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ എന്ത് പാസ്വേഡ് അടിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താ, ഒരു എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ യൂസ് നെയിം യൂസ് പാസ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ പേര് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പേരുകൾ വേണമെങ്കിൽ അതിന് കൊടുക്കാം. പക്ഷേ നമ്മളൊരു വെബ് പേജ് ആയാലും എന്ത് കോൺസെപ്റ്റ് ആയാലും ഡിസൈൻ ചെയ്യുമ്പോൾ മീനിങ് ഫുൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, എന്തിനാണ് മെയിൽ ID ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കൂ, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണ്, ഫസ്റ്റുമായിട്ട് സിമിലർ ആണ്. പക്ഷേ അതിൻ്റെ പേര് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ യൂസ് ഇമെയിൽ. അപ്പോൾ ഇത് രണ്ടും എന്താ ടെക്സ്റ്റ് ബോക്സുകളാണ്, പക്ഷേ ഓരോന്നിനെയും റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മൾ ഈ മെയിൽ ID വെച്ചിട്ടാണ്. ഇനി അടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. അപ്പോൾ ഓരോ ചോയ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ജോയിൻ ചെയ്യാം.
അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെലക്ട് എനി വാല്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന SSLC +2 ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളോട് കൊടുക്കണമെന്ന് വിചാരിക്കുക. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് സ്ട്രീമുകൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ എല്ലാ സ്ട്രീമുകളും ഞാൻ അവിടെ കൊടുത്തു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു വാല്യൂനെ പിക്ക് ചെയ്തെടുക്കുക. അതാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുക. ഇനി ഇതുമല്ല വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ബ്ലഡ് ബാങ്കിൻ്റെയൊക്കെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും, O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകൾ, അല്ലെ O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ AB നെഗറ്റീവ്, അങ്ങനെയുള്ള ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പുകൾ നമ്മുടെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെ ഏത് ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അപ്പോൾ കുറേ എൻറ്റിറ്റീസ് ആണ്, അല്ലെങ്കിൽ കുറേ വാല്യൂസ് ഉണ്ട്. അതിനകത്ത് നമ്മളൊരു വാല്യൂ പിക്ക് ചെയ്യുക. അപ്പോൾ അതിനാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നൊരു ആളാണ്. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ സെലക്ട് എന്ന് പറഞ്ഞൊരു ടാഗാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പല ഓപ്ഷൻ വാല്യൂസ് കൊടുക്കും. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ക്വാഡി എന്നാണ് നമ്മുടെ കൊടുത്തിരിക്കുന്ന പേര്. ഓരോ ഓപ്ഷൻ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ പേജ് ലോഡായിട്ട് വരുമ്പോൾ ഈ ഓപ്ഷൻ വാല്യൂ ആയിരിക്കും വരിക, സെലക്ട് എനി വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഇനി ഓരോ വാല്യൂസ് ഉണ്ട്, എന്താ SSLC +2 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ആ ഓരോ വാല്യൂസും നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വാല്യൂ എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ആയിരിക്കും സേവ് ചെയ്യുക. SSLC +2 ഡിഗ്രി PG എന്നൊക്കെ പറഞ്ഞ വാല്യൂസ് ഇവിടെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ ഡാറ്റാബേസിലേക്ക് സേവ് ആകുമ്പോൾ PG എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും സേവ് ആകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. നെക്സ്റ്റ് വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ റേഡിയോ ബട്ടണാണ്. റേഡിയോ ബട്ടൻ്റെ പ്രസക്തി എവിടെയൊക്കെയെന്ന് വെച്ചാൽ നമ്മളൊരു ഓഫ്ലൈൻ എക്സാമിനേഷൻ സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ പോലെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു വെബ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കൊരു ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റംസും ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഓപ്ഷനുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ റേഡിയോ ബട്ടൺ നമ്മുടെ എക്സാമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യാനായിട്ട്, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളൊരു ജെൻഡർ സെലക്ട് ചെയ്യാനാണ് റേഡിയോ ബട്ടൺ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ ടാഗ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. ഈ രണ്ടെണ്ണത്തിൻ്റെ നെയിം നമ്മൾ സെയിം ആയിട്ടാണ് കൊടുക്കുക. അതെന്തുകൊണ്ടായിരിക്കും നെയിം സെയിം കൊടുക്കുക? കാരണം ഞാനിപ്പോൾ ഒരു സിസ്റ്റത്തിൽ എൻ്റെ പേര് ആശിഷാണ്, ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ മെയിൽ സെലക്ട് ചെയ്യില്ല, ഫീമെയിൽ സെലക്ട് ചെയ്യില്ല, അല്ലേ. ഒന്നില്ലെങ്കിൽ ഞാൻ മെയിൽ സെലക്ട് ചെയ്യണം, ഞാൻ മെയിൽ സെലക്ട് ചെയ്താൽ അതായിരിക്കും സെലക്റ്റഡ് ആയി നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് ഞാൻ മൗസിനെ മാറ്റി ഫീമെയിൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിലിൻ്റെ ബട്ടൺ ഡീഫോൾട്ടായിട്ട് എന്താവും, അൺചെക്ക്ഡ് ആയി മാറണം. അത് ചെക്ക്ഡ് ആയിട്ട് ഫീമെയിലും ചെക്ക്ഡ് ആവാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത്, മെയിലിനെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ മാത്രമേ സെലക്റ്റഡ് ആവാൻ പാടുള്ളൂ, ഫീമെയിൽ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിൽ മാത്രമേ സെലക്റ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇതിന് രണ്ടെണ്ണത്തിന് പേര് നമ്മളെന്താ സെയിം പേരാണ് വയ്ക്കുക. GE എന്ന് പറഞ്ഞൊരു സെയിം പേര് നമ്മൾ വെച്ചു. അതിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ റേഡിയോ ബട്ടൺസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഒരു അഡ്രസ് ബട്ടൺ എന്ന് പറയും. അഡ്രസ്സ് ഒക്കെ കൊടുക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ, അഡ്രസ്സ് എന്ന് പറയുമ്പോൾ കുറേ ലൈൻ ഓഫ് കോഡുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് പോലെയല്ല അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പേര് കൊടുക്കും, അതിനുശേഷം സൺ ഓഫ് അല്ലെങ്കിൽ ഡോക്ടർ ഓഫ്, നമ്മുടെ വീട്ടുപേര്, സ്ഥലപ്പേര്, പിൻകോഡ് എല്ലാം നമ്മൾ കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയും. ആ ടെക്സ്റ്റ് ഏരിയക്കകത്ത് 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, റോയും കോളും. റോ കോളം എന്ന് വെച്ചാൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ റോസ് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാം. കോളംസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റോയും കോളം നമ്മളവിടെ കൊടുക്കുന്ന റോയിൻ്റെയും കോളത്തിൻ്റെയും ഒരു സൈസ് ഉള്ളൊരു സ്പേസ് നമുക്ക് അവിടെ അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ ഈ കാണുന്ന പോലെ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസ് അല്ല, കുറച്ചും കൂടെ വലിയൊരു ഏരിയയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക. ഇനി ഏറ്റവും അവസാനം നമ്മൾ പറയുന്ന നമ്മുടെ പേജിനകത്ത് വെച്ചിരിക്കുന്ന 2 ആൾക്കാരാണ് ബട്ടൺസ് എന്ന് പറയുക. നമ്മൾ സേവ് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ബട്ടൺസ് വെച്ചിട്ടുണ്ട്, ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു സബ്മിറ്റ് ആൻഡ് ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു റീസെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പേജിനകത്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനിങ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യുക ബാക്ക് എൻഡ് ആയിട്ട്. അപ്പോൾ ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ നെറ്റ്ബീൻസ് ഐഡിക്കകത്ത് സർവീസസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. ഡാറ്റാബേസിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ MySQL എന്ന് പറഞ്ഞാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക് എൻഡ് ആയിട്ടുള്ള ഡാറ്റാബേസ്. അപ്പോൾ ആ MySQL കാണാം. ആ MySQLനകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും, ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പേര് സാമ്പിൾ എന്നാണ്, സാമ്പിൾ DB എന്നാണ് അതിൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഡ്രൈവർ ഫയൽ പോലെയുള്ള ഒരു ഫയൽ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതായത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ID അതുപോലുള്ള കാര്യങ്ങളെല്ലാമാണ് ജസ്റ്റ് അവിടെ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ പോലെ കാണാം, മീൻസ് അതിൻ്റെ സബ് ഫോൾഡേഴ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. അപ്പോൾ ആ പ്ലസ്സിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സബ് ഫോൾഡേഴ്സ്, ആ ഡാറ്റാബേസിൻ്റെ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഡാറ്റാബേസിൻ്റെ ഫയൽ ഓപ്പൺ ആയിട്ട് വരുന്നു. സാമ്പിൾ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ഡാറ്റാബേസിനകത്തുള്ള ടേബിൾസ്, വ്യൂസ്, പ്രൊസീജിയേഴ്സ്
പാരാമീറ്റേഴ്സ് എല്ലാം ഉണ്ടാവും. ഇനി നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടേബിൾ എന്ന് പറയുന്ന ടാബിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു ടാബ് എനിക്ക് കാണാം. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നു. അതിന് ഞാൻ ഒരു പേര് ആൾറെഡി കൊടുത്തു, രജിസ്ട്രേഷൻ എന്നാണ് എൻ്റെ ടേബിളിൻ്റെ പേര്. ഇനി ആ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിളിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ഫീൽഡ് കൊടുക്കുകയാണ്. നെയിം എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫീൽഡ് ഞാൻ കൊടുത്തു. നെയിം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന എവിടെ വാർക്കാരനകത്താണ്, വേരിയബിൾ ക്യാരക്ടറിനകത്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. മാക്സിമം സൈസ് ഞാൻ 30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഫീൽഡുകളാണ്. ഇപ്പോൾ എൻ്റെ ടേബിളിൻ്റെ പേരാണ് രജിസ്ട്രേഷൻ. അതിനകത്തുള്ള പല ഫീൽഡുകളാണ് നെയിം, പാസ്വേഡ്, ഇമെയിൽ, ക്വാളിഫിക്കേഷൻ, ജെൻഡർ, അഡ്രസ്സ്. അതായത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ വെച്ചിരിക്കുന്ന ഓരോ ഇൻപുട്ട് കളക്ട് ചെയ്യാനുള്ള യൂണിറ്റ് ഉണ്ടല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാബേസിലുള്ള ഫീൽഡ്സ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഞാൻ വേരിയബിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്താ കൊടുക്കുക, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, സാമ്പിൾ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ ടേബിൾസ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ടേബിളും അതിനകത്തുള്ള ഫീൽഡ്സും നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസിൻ്റെ കോഡാണ്. നമ്മൾ അതിനകത്ത് ഒരു ഫോമിനകത്ത് കണ്ടു REGINS എന്ന് പറഞ്ഞൊരു ഇതിലേക്കാണ് നമ്മുടെ ഫോമിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഫോമിൻ്റെ ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫീൽഡായിരുന്നു REGINS.php എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് നമ്മൾ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഇൻസേർഷൻ്റെ കോഡ് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു പേജാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇൻക്ലൂഡ് DB.php. ഇപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താ ഈ DB.php. DB.php എന്ന് വെച്ചാൽ ഡാറ്റാബേസിൻ്റെ കോഡ്. ഒരു ഡാറ്റാബേസിൻ്റെ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോമൺ കോഡാണ്. നമ്മളൊരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ വെബ് പേജ് ഉണ്ടാവും. എല്ലാ വെബ് പേജുകളിനകത്ത് ഒരു 50 to 40% അല്ലെങ്കിൽ 60% വെബ് പേജിനകത്തും ഡാറ്റാബേസുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. എല്ലാ വെബ് പേജുകളിനകത്ത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കോഡ് വയ്ക്കാൻ എന്താ ചെയ്യുക, ഒരു സ്ഥലത്ത് കോമൺ കോഡിനെ സേവ് ചെയ്ത് വയ്ക്കുക. എല്ലാ വെബ് പേജിനകത്തും ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ഷൻസ് വരുന്ന വെബ് പേജിൻ്റെയൊക്കെ ഒരു കോമൺ കോഡിനെ നമ്മളൊരു ഫയലായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു ഫയലാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരാണ് DB എന്ന് പറയുന്നത്. ആ ഫയലിനകത്തുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്: സെർവർ നെയിം, യൂസർ നെയിം, പാസ്വേഡ്, കണക്ഷൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരിക. സെർവർ നെയിം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ലോക്കൽ ഹോസ്റ്റാണ്. ലോക്കൽ ഹോസ്റ്റ് ഇൻ ദ സെൻസ് ഒരു ഇൻറ്റേർണൽ സെർവറിനെയാണ് നമ്മളിവിടെ പറയുക. ദെൻ പാസ്വേഡ് ഡാറ്റാബേസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ MySQL എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടു അല്ലേ. ആ MySQLനകത്ത് യൂസർ നെയിം ഉണ്ടെങ്കിൽ ആ യൂസർ നെയിം ഇവിടെ വെക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിനകത്ത് ഒരു യൂസർ നെയിം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ റൂട്ട് എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദെൻ പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് വെക്കുക. ഇവിടെ പാസ്വേഡ് ഇല്ല. ഓക്കെ, ദെൻ കണക്ഷൻ ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് MySQL കണക്ട് ഈ സെർവർ നെയിം, യൂസർ നെയിം, പാസ്വേഡ് എല്ലാം കൂടി ഒരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ അതിനുശേഷം എന്താ ചെയ്യണം, ആ കണക്ഷൻ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ആ കണക്ഷൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റാബേസിലേക്കുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഏത് ഡാറ്റാബേസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് സാമ്പിൾ DB എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ്. ആ ഡാറ്റാബേസിലേക്കുള്ള ഒരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി കണക്ഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഫെയിൽ ടു കണക്ട് അല്ലെങ്കിൽ MySQL അല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഡാറ്റാബേസിൻ്റെ കണക്ഷനിലേക്കുള്ള ഒരു കോഡാണ് DB.php എന്ന് പറയുക. ഇനി നമ്മൾ വരുന്നത് എന്താ, രജിസ്ട്രേഷൻ ഫോമിൻ്റെ നമ്മൾ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ അല്ലെങ്കിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പോകുന്നൊരു പേജാണ്. അത് ഡാറ്റാബേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഡുകളോട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം എന്താ ചെയ്യണം, നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ഡാറ്റാബേസിൻ്റെ ഫയലിനെ ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇൻക്ലൂഡ് DB.php. ദെൻ അതിന് ശേഷം നമ്മൾ കുറേ ടെമ്പററി വേരിയബിൾസ് വെച്ചിട്ടുണ്ട്, UNAME, UPass എന്നൊക്കെ പറഞ്ഞു. ഈ ടെമ്പററി വേരിയബിൾസ് എന്താണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനിങ് സെക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻപുട്ട് എലമെൻസിനകത്ത് യൂസർ എന്ത് വാല്യൂ ആണോ എൻ്റർ ചെയ്തത് ആ വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന $post ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് യൂസ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ യൂസ് നെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ഒരു ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ് ഈ യൂസ് നെയിം എന്ന് പറയുക. ആ യൂസ് നെയിമിനെ നമ്മൾ UNAMEലേക്ക് പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്വേഡിനെ UPassലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന എല്ലാ എലമെൻസിനകത്തും നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ അങ്ങോട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാൽ ഈക്വൽ ടുവിൻ്റെ സഹായത്തോടുകൂടി ലെഫ്റ്റ് സൈഡിലുള്ള ടെമ്പററി വേരിയബിൾസിലേക്ക് പാസ് ചെയ്യണം. ദെൻ അതിന് ശേഷം നമ്മളൊരു ക്വറി എഴുതാൻ പോകുന്നു. ക്വറി എന്ന് പറയുമ്പോൾ എന്താ, ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡിനെയാണ് ക്വറി എന്ന് പറയുക. ഡാറ്റാബേസിൻ്റെ ഒരു ക്വറി എഴുതുന്നത് എന്താ, SQL എന്ന് പറഞ്ഞൊരു SQ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ യൂസ് ചെയ്തു. എല്ലാത്തിൻ്റെ മുന്നേ നമ്മളൊരു $സിമ്പിൾ വെച്ചിട്ടുണ്ട്. കാരണം അത് PHP നമ്മൾ കോഡ് എഴുതുമ്പോൾ ഒരു വേരിയബിൾസിൻ്റെ മുന്നേ ആയിട്ട് നമ്മളൊരു എന്ന് പറഞ്ഞൊരു സിമ്പിൾ നമ്മളിവിടെ യൂസ് ചെയ്യും. ദെൻ ഡാറ്റാബേസിലേക്കുള്ള ഇൻസേർഷൻ ക്വറി നമ്മൾ എഴുതാൻ പോകുന്നത് ഇൻസേർട്ട് ഇൻ ടു എവിടേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അല്ലേ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസാണ്. ആ ഡാറ്റാബേസിലുള്ള ഒരു ടേബിളാണ് രജിസ്ട്രേഷൻ എന്ന് പറയുക. ആ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ ടേബിൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പേരുകളും ഡാറ്റാബേസിൽ നമ്മൾ എന്ത് പേരാണ് കൊടുത്ത് അതാണ് അവിടെ കൊടുക്കുക. മീൻസ് നമ്മളിപ്പോൾ നേരത്തെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു ഡാറ്റാബേസിൻ്റെ. അവിടെ നമ്മൾ നെയിം, പാസ്വേഡ്, ഇമെയിൽ, ക്വാളിഫിക്കേഷൻ, ജെൻഡർ, അഡ്രസ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഫീൽഡ് നെയിംസ് കൊടുത്തു. ആ ഫീൽഡ് നെയിമുകളാണ് ആദ്യം കൂടെ കൊടുക്കുക. അതിനുശേഷം ഇൻസേർട്ട് ഇൻ ടു രജിസ്ട്രേഷൻ ഫീൽഡ് നെയിംസ് കൊടുക്കുക. വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ
ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ടെമ്പററി വേരിയബിൾസ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ യൂസറിൽ നിന്ന് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്ത വാല്യൂസ് എല്ലാം ഈ ഒരു ടെമ്പററി വേരിയബിളിലേക്കാണ് വരിക. ആ ടെമ്പററി വേരിയബിൾസ് ആണ് നമ്മൾ വാല്യൂസ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്താ SQL ക്യൂറിയായി, ഇൻസേർഷൻ്റെ ഒരു ക്യൂറിയായി. അതിനുശേഷം ഞാനൊരു ഈഫ് കൺട്രോൾ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെക്ക് ചെയ്യാണ് എൻ്റെ ക്യൂറി എക്സിക്യൂട്ട് ചെയ്തോ ഇല്ലയെന്ന് അറിയാനായിട്ട്. ഈഫ് MySQLi ക്യൂറി കണക്ഷൻ ഒബ്ജക്റ്റ് COI എന്ന് പറയുന്നതായിരുന്നു നമ്മൾ DBയിൽ യൂസ് ചെയ്യുന്ന കണക്ഷൻ ഒബ്ജക്റ്റ് $SQ മീൻസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം കണക്ഷൻ ഒബ്ജക്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് അത് കറക്റ്റ് ആയാൽ എനിക്ക് മെസ്സേജ് ഡിസ്പ്ലേ ആവും, റെക്കോർഡ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഡിസ്പ്ലേ ആവും. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിൻ്റെ കോഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോഡാണ്. നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റേർണൽ സെർവറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാംബ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സാമ്പിനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ Windows 7 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സാംബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമുക്ക് കാണാം. അതിനകത്ത് സാം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സാം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വരിക. ആ വിൻഡോയ്ക്കകത്ത് കുറേ ആട്രിബ്യൂട്ട്സുകൾ നമുക്ക് അല്ലെങ്കിൽ കുറേ പേരുകൾ നമുക്ക് കാണാം. നമുക്ക് വേണ്ട 2 പേരുകളാണ്, അപ്പാച്ചെ എന്ന് പറഞ്ഞൊരു സെർവറും അതുപോലെ തന്നെ MySQL എന്ന് പറഞ്ഞ ഡാറ്റാബേസും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺസ് കാണാൻ പറ്റും. അപ്പോൾ അപ്പാച്ചെനെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ MySQLനെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമ്മൾ കാണുക. ഇതിൻ്റെ കളേഴ്സിലും ചേഞ്ചസ് ഉണ്ടാവും. സ്റ്റാർട്ടായി. ഓക്കെ, ദെൻ നമ്മുടെ ഫയലിനെ റൺ ചെയ്യാൻ പോകണം. അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പേജിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ വരിക, ഓപ്പൺ, റണ്ണ്, ഡീബഗ്, ടെസ്റ്റ് അങ്ങനെയുള്ള കുറേ കമാൻഡ്സ് കാണാം. അപ്പോൾ ഞാൻ റണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. റണ്ണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫയൽ ലോഡായിട്ട് വന്നു. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയലാണ്. ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയൽ ജസ്റ്റ് ലോഡായിട്ട് വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫയലിനകത്തുള്ളത്. നെയിം, പാസ്വേഡ്, ഇമെയിൽ, ക്വാളിഫിക്കേഷൻ, ജെൻഡർ, അഡ്രസ്സ്, 2 ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഞാൻ വാല്യൂസ് എൻ്റർ ചെയ്യാൻ പോവാണ്. വാല്യൂസ് എൻ്റർ ചെയ്തു. ഇതിനകത്തൊക്കെ ഞാൻ ഓരോ വാല്യൂസ് എൻ്റർ ചെയ്തു. ആശിഷ്, പാസ്വേഡ് ആശിഷ് abc123@gmail.com, പോസ്റ്റ് ആശിഷ്, അങ്ങനെ എല്ലാ വാല്യൂസും എൻ്റർ ചെയ്തു. നെക്സ്റ്റ് എനിക്ക് എന്താ മെസ്സേജ് വരിക, സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി. കാരണം എൻ്റെ കണക്ഷൻ ഒബ്ജക്റ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. എൻ്റെ ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വേറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്ത റെക്കോർഡ് ഡാറ്റാബേസിലേക്ക് വന്നോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയി IDക്കകത്തുള്ള സാമ്പിൾ DB നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനകത്തുള്ള രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിളിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കാണാം വ്യൂ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും. ടേബിളിനകത്ത് രജിസ്ട്രേഷനകത്ത് നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഡാറ്റ കാണാം. വ്യൂ ഡാറ്റ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൻ്റെ ക്യൂറി വർക്കൗട്ട് ചെയ്യും. എങ്ങനെ ചെയ്യുക, സെലക്ട് സ്റ്റാർ ഫ്രം രജിസ്ട്രേഷൻ മീൻസ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിളിനകത്ത് എന്തൊക്കെ റെക്കോർഡുകളുണ്ടോ അതിനെല്ലാം ലോഡ് ചെയ്തുകൊണ്ട് വരിക. അതിനുള്ള ഒരു ക്യൂറിയാണ് സെലക്ട് സ്റ്റാർ ഫ്രം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എല്ലാ റെക്കോർഡുകളും. അപ്പോൾ റെക്കോർഡിനകത്ത് നമ്മൾ ആൾറെഡി ഡാറ്റാബേസിനകത്ത് എൻ്റർ ചെയ്ത ഒരു റെക്കോർഡാണ്, ഇപ്പോൾ എൻ്റർ ചെയ്ത ഒരു റെക്കോർഡാണിത്. ഇതാണ് നമ്മുടെ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യിക്കുന്ന വാല്യൂ. നെയിമിനകത്ത് ആശിഷ്, പാസ്വേഡിനകത്ത് abc123, ഇമെയിലിനകത്ത് കറസ്പോണ്ടിങ് ഇമെയിൽ, ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡാറ്റാബേസിന് ഇപ്പോൾ നമ്മൾ IDക്കകത്തു നിന്നാണ് കണ്ടത്. ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഡാറ്റാബേസ് വിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ Mozilla Firefox ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ലോക്കൽ ഹോസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ സിസ്റ്റത്തിനകത്ത് സാമ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമ്മൾ PHP MyAdmin എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. ഈ വിൻഡോയ്ക്കകത്ത് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റാബേസുകളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിനകത്തുള്ള MySQL ഡാറ്റാബേസുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഏതായിരുന്നു, സാമ്പിൾ DB എന്നായിരുന്നു. അപ്പോൾ സാമ്പിൾ DB എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. സാമ്പിൾ DBയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഓക്കെ, സാമ്പിളിലേക്കകത്ത് ഒരു ടേബിൾ ഉണ്ട്. ഒരു ടേബിളേ ഉള്ളൂ, അതാണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിളായിട്ട് പറയുക. നെക്സ്റ്റ് ഞാൻ ആ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള 2 ഫീൽഡ് റെക്കോർഡ്സുകൾ ഞാൻ ഒരു റെക്കോർഡും കൂടെ എൻ്റർ ചെയ്തു. സഞ്ജയ് എന്ന് പറഞ്ഞ റെക്കോർഡും കൂടെ എൻ്റർ ചെയ്തു. ഇപ്പോൾ 2 റെക്കോർഡ്സുകൾ എനിക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡാറ്റാബേസിനകത്തുള്ള കണ്ടന്റുകളെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളിപ്പോൾ സാമ്പിൻ്റെ സഹായത്തോടു കൂടി സാമ്പിനകത്ത് നമ്മൾ അപ്പാച്ചെ എന്ന് പറഞ്ഞൊരു ഇൻറ്റേർണൽ സെർവറിനെ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നമുക്ക് PHPയുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഇൻറ്റേർണൽ സെർവറിനകത്ത് അപ്പാച്ചെ എന്ന് പറഞ്ഞ ഇൻറ്റേർണൽ സെർവറിനെയും നമ്മൾ ആ സാമ്പിൻ്റെ കൺട്രോൾ പാനലിനകത്ത് പോയിട്ട് അപ്പാച്ചെ എന്ന് പറഞ്ഞൊരു ഇൻറ്റേർണൽ സെർവറിനെയും MySQL എന്ന് പറഞ്ഞ ഡാറ്റാബേസിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, അപ്പോൾ തിരിച്ചതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തി. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പേജിനെ റൺ ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ലോക്കൽ ഹോസ്റ്റ് സാമ്പിൾ എന്ന് പറഞ്ഞ നമ്മുടെ പ്രോജക്റ്റ്, അതിനകത്തുള്ള രജിസ്ട്രേഷൻ .php ഈ
ഫയൽ റൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വിസിബിൾ ആവുക. ദിസ് സൈറ്റ് കനോട്ട് ബി റീച്ച്. കാരണം എന്താ, PHP എന്ന് പറഞ്ഞൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആര് സഹായം വേണം, ഒരു സെർവറിൻ്റെ സഹായം വേണം. നമ്മളിവിടെ ആ സെർവർ എന്ന് പറഞ്ഞ അപ്പാച്ചെ ടോംകാറ്റിനെ എന്താ ചെയ്തിരിക്കണം, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് ആ കോഡ് ഒരിക്കലും എക്സിക്യൂട്ടഡ് ആവില്ല. ഓക്കെ, ദെൻ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഫോൾഡറിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ സാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് C ഡ്രൈവിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സാം എന്ന് പറഞ്ഞ ഫോൾഡർ. അതിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണ് HT ഡോക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രൊജക്റ്റ് ഫോൾഡേഴ്സിനെ നമുക്ക് കാണാം. ഓക്കെ, നമ്മളുടെ ഫോൾഡറാണ് സാമ്പിൾ എന്ന് പറയുക. ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ഫയൽസിനെയും കണ്ടൻസിനെയും എനിക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പം എനിക്കറിയാം വളരെ ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ടൈം സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതുപോലുള്ള ഐഡിയ